എല്ലാ കൂട്ടുകാർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം. ശ്രീ സിപ്പി പള്ളിപ്പുറത്തിൻ്റെ ഉണ്ണികൾക്ക് 108 ഗുരുദേവ കഥകൾ എന്ന ബാലസാഹിത്യ രചനയിൽ നിന്നും മദ്യത്തിൻ്റെ പണം നമുക്ക് പറ്റിയതല്ല. മദ്യമുണ്ടാക്കുന്നവരോടും മദ്യം ഉപയോഗിക്കുന്നവരോടും ഗുരുദേവന് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ കെട്ടിടം പണി നടന്നുകൊണ്ടിരിക്കുന്ന കാലം. പലരുടെയും സംഭാവനകൾ സ്വീകരിച്ചാണ് ഗുരുദേവൻ പണികൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരുന്നത്. ഇതിനായി പണം സ്വരൂപിക്കാൻ ഗുരുദേവനും സഹായികളും ഗ്രാമപ്രദേശങ്ങളിലേക്കും കടന്നു ചെന്നു. വളരെ ആവേശപൂർണമായ സ്വീകരണമാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഗുരുദേവനും കൂട്ടുകാരും ഒരു ദിവസം വലപ്പാട്ട് ചോലയിൽ മാമി വൈദ്യരുടെ വീട്ടിലെത്തി. ഇവിടെ അല്പം വിശ്രമിക്കാം, ഗുരുദേവൻ തീരുമാനിച്ചു. സ്വാമികൾ ഒരു കയറ്റുകട്ടിലിൽ പായ വിരിച്ച് കുറേ നേരം വിശ്രമിച്ചു. ഗുരുദേവൻ അവിടെ എത്തിയിട്ടുണ്ടെന്നറിഞ്ഞ് ധാരാളം പേർ ദർശനത്തിനായി അവിടെ എത്തി. പലരും തങ്ങളാൽ കഴിയുന്ന സംഭാവനകളുമായിട്ടാണ് വന്നത്. നിറഞ്ഞ ആദരവോടെ അവർ കയ്യിലുള്ള സംഭാവനകൾ സ്വാമികളുടെ കാൽക്കൽ സമർപ്പിക്കാൻ തുടങ്ങി. അതിനിടയിൽ മധ്യവയസ്കനായ ഒരാൾ തൻ്റെ മകനെയും കൂട്ടി ഗുരുദേവനെ സമീപിച്ചു. അദ്ദേഹത്തിന് സമർപ്പിക്കാനായി അയാൾ മകൻ്റെ കയ്യിൽ 1 രൂപ ഏൽപ്പിച്ചിരുന്നു. അത് ഗുരുദേവൻ്റെ കാൽക്കൽ വെച്ചോളൂ, അയാൾ പയ്യനെ ഓർമ്മപ്പെടുത്തി. പക്ഷേ അവൻ രൂപ കയ്യിൽ വെച്ചുകൊണ്ട് നിന്നതല്ലാതെ ഗുരുദേവൻ്റെ അടുക്കൽ ചെല്ലാൻ മടിച്ചു നിന്നു. അത് മനസ്സിലാക്കി ഗുരുദേവൻ തലയുയർത്തി കുട്ടിയുടെ അച്ഛനോട് ചോദിച്ചു, എന്തു തൊഴിലാണ് ചെയ്യുന്നത്? തെങ്ങ് ചെത്തുന്ന ജോലിയാണ്, അയാൾ അറിയിച്ചു. ഓഹോ, അപ്പോൾ ഇത് മദ്യത്തിൻ്റെ പണമാണല്ലേ? ഇത് സ്വീകരിക്കാൻ നമുക്ക് നിർവാഹമില്ല. അവൻ തരാൻ വിഷമിച്ചു നിന്നതും അതുകൊണ്ടാണ്, ഗുരുദേവൻ അയാളെ അറിയിച്ചു. സ്വാമികൾ ആ കാണിക്ക സ്വീകരിച്ചില്ല. അച്ഛനും മകനും മറുത്തൊന്നും പറയാതെ നൈരാശ്യത്തോടെ അവിടെ നിന്നും നടന്നകന്നു. നന്ദി, നമസ്കാരം.